അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ബുക്കർ സമ്മാനവും ഇന്റർനാഷണൽ ബുക്കർ സമ്മാനവും പലരും ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഒരൊറ്റ പേര് പഠിച്ചു പോകും, എക്സാം ഹോളിലെത്തും, നമ്മൾ ആൻസർ എഴുതുകയും ചെയ്യും. പക്ഷെ ആൻസർ കീ വരുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. കാരണം എന്താ? ബുക്കർ സമ്മാനം വേറെ, ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം വേറെ. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ബുക്കർ സമ്മാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവലിന് കൊടുക്കുന്ന ഏറ്റവും മികച്ച ഇംഗ്ലീഷ് ലാംഗ്വേജ് നോവലിന് കൊടുക്കുന്ന അവാർഡാണ് ബുക്കർ സമ്മാനം. എന്നാൽ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനമോ അത് ലോകത്തിലെ ഏത് ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല അത് UK-യിലോ അയർലാൻഡിലോ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് നോവലുകൾക്കാണ് എന്ത് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. സോ ബുക്കർ സമ്മാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നോവലുകൾക്കും, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നതോ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത നോവലുകൾക്കും കൊടുക്കുന്നതാണ്. ഇനി മുതൽ അത് തെറ്റിപ്പോകരുത്. എന്നാൽ നമുക്ക് 2022-ലെയും 2023-ലെയും ബുക്കർ സമ്മാനവും ഇന്റർനാഷണൽ ബുക്കർ സമ്മാനവും പഠിച്ചു വെക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് മനസ്സിൽ വയ്ക്കാവുന്ന തരത്തിൽ ഞാൻ എന്ത് ചെയ്യാം, ചില കോഡുകൾ പറഞ്ഞ് തരാം. ഓക്കെ, സോ 2022-ലെ ബുക്കർ സമ്മാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. 2022-ലെ ബുക്കർ സമ്മാനം വർഷം പഠിച്ചു വെക്കുക. നോക്കൂ, ഷെഹാൻ കരുണ തിലക. ആരാണ്? ഷെഹാൻ കരുണ തിലകയ്ക്കാണ് കിട്ടിയത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, കരുണ തിലക. ക്രിക്കറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അല്ലെ. ഒരു തിലക, കരുണ തിലക ഏതാ? ശ്രീലങ്ക രാജ്യം അല്ലെ, ശ്രീലങ്ക രാജ്യമാണ്. ഷെഹാൻ കരുണ തിലക, ശ്രീലങ്ക. ഇനിയോ ആ പുസ്തകത്തിന്റെ പേരാണ് ദ 7 Moons ഓഫ് മാലി അൽമേഡ. എന്താണ്? ദ 7 Moons ഓഫ് മാലി അൽമേഡ. എങ്ങനെ പഠിച്ചു വെക്കാം? ഇതെന്താ? ശ്രീലങ്കയല്ലേ? കരുണ തിലകയല്ലേ? തിലക, തീല, ഇവിടെ നിന്ന് മാലി അല്ലെ, മാലി, തീല, മാലി, ശ്രീല. അങ്ങനെ പഠിച്ചു വെക്കാം. എന്താണ്? തിലക, കരുണ തിലക. ശ്രീലങ്ക. മാലി, ദ 7 Moons ഓഫ് മാലി അൽമേഡ. ഇനി വേണമെങ്കിൽ പഠിക്കാം, ശ്രീലങ്കയുടെ അടുത്തുള്ള ഒരു ഐലൻഡ് രാജ്യമാണ് മാലി. അപ്പോ ഇത് മൂന്നും കൂടി കൂട്ടിച്ചേർത്ത് പഠിച്ചു വെക്കുക. ഷെഹാൻ കരുണ തിലക, ശ്രീലങ്ക, ദ 7 Moons ഓഫ് മാലി അൽമേഡ. ഇതാണ് 2022-ലെ ബുക്കർ സമ്മാന ജേതാവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. 2023-ലേക്ക് കടന്നാലോ? 2023-ൽ പോൾ ലിഞ്ച് അയർലാൻഡ് പോൾ ലിഞ്ച് അയർലാൻഡ്. പ്രൊഫറ്റ് സോങ്. എന്താണ്? പ്രൊഫറ്റ് സോങ് ആണ് പുസ്തകത്തിന്റെ പേര്. അപ്പോൾ പോൾ ലിഞ്ച് അയർലാൻഡ് പ്രൊഫറ്റ് സോങ്. പഠിച്ചു വെക്കണ്ട. പ്രൊഫറ്റ് സോങ് പോൾ ലിഞ്ച് ലാൻഡ് അയർലാൻഡ്. അപ്പൊ പോൾ ലിഞ്ച് അയർലാൻഡുകാരനാണ്. പ്രൊഫറ്റ് സോങ് ആണ് കൃതിയുടെ പേര്. 2023 മറക്കണ്ട, പഠിച്ചു വെക്കാം. 2022-ലോ എന്ത് പഠിക്കണം? ശ്രീല മാറി പോയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ മൂന്നും കൂടി ചേർത്ത് വെച്ച് പഠിക്കാം. അതുപോലെ പോൾ ലിഞ്ച് ലിഞ്ച് ലാൻഡ് 2023-ലെ എന്ത് കിട്ടി? ബുക്കർ പ്രൈസ് കിട്ടി. ബുക്കർ പ്രൈസ് ആണ് കിട്ടിയത്. എന്തല്ല? ബുക്കർ ഇന്റർനാഷണൽ അല്ല. അപ്പൊ ഇന്റർനാഷണലിലേക്ക് കിടക്കാം. നമുക്ക് ഇന്റർനാഷണലിലേക്ക് കിടക്കുമ്പോൾ എന്താ? 2022-ൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. കാരണം ഒരു ഇന്ത്യക്കാരിക്കാണ് കിട്ടിയത്. ആരാ പേര്? ഗീതാഞ്ജലി ശ്രീ. എന്താണ്? ഗീതാഞ്ജലി ശ്രീയുടെ കൃതിയുടെ പേര് ടോംബ് ഓഫ് സാൻഡ് ആണ്. ആ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പേരാണ്. നമുക്കറിയാം ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എന്താണ്? തർജ്ജമയ്ക്കാണ് കിട്ടുന്നത്. അപ്പൊ ഒറിജിനലി അത് ഏത് ഭാഷയിൽ എഴുതിയത്? ഹിന്ദി ഭാഷയിലായിരുന്നു. ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതിയുടെ പേരെന്താ? രത്ത് സമാധി. എന്നാണ്? രത്ത് സമാധി. അപ്പോൾ ഇത് ആരാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? ഡെയ്സി റോക്വെൽ. എന്താണ്? ഡെയ്സി റോക്വെൽ. അപ്പൊ ഡെയ്സി റോക്വെൽ എന്ത് ചെയ്യുന്നു? ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി ഭാഷയിലുള്ള രത്ത് സമാധി എന്ന് പറയുന്ന പുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് ടോംബ് ഓഫ് സാൻഡ്. അങ്ങനെ ഗീതാഞ്ജലി ശ്രീയും ഡെയ്സി റോക്വെലും എന്ത് ചെയ്യുന്നു? ഈക്വലി ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം 2022-ലെ നേടിയെടുക്കുന്നു.
പഠിച്ചു വെക്കാം. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് പഠിക്കാം നോക്കൂ. ഇവിടെ എന്തുണ്ട്? റോക്ക് ഉണ്ട് അല്ലെ? റോക്ക് 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 പാറ അല്ലെ? റോക്ക് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? സാൻഡ് ഉണ്ട്, മണലുണ്ട് അല്ലെ? അപ്പൊ റോക്ക് ഉണ്ട്, മണലുണ്ട്, ടോംബ് ഉണ്ട് അല്ലെ? ടോംബ് ശവകുടീരം അല്ലെ? ടോംബ് ഉണ്ട്, സാൻഡ് ഉണ്ട്, ഇതെല്ലാം കണക്റ്റഡ് ആ. നോക്കൂ, റോക്ക് അല്ലെ? എന്ത് ചെയ്യുന്നു? റോക്ക് പാറയിൽ നിന്നും മണലുണ്ടാവുന്നു. അവിടെ ഒരു ശവകുടീരമുണ്ട്. അവിടെ എന്തുണ്ട്? ശവകുടീരത്തിൽ എന്തുണ്ട്? സമാധി ഉണ്ട് അല്ലെ? സമാധി ഉണ്ട്. ആ സമാധിയിൽ എന്ത് വെക്കും? റീത്ത് വെക്കും അല്ലെ? അങ്ങനെ പഠിച്ചു വെക്കാം. റീത്ത് വെക്കും അല്ലെ? സമാധിയിൽ എന്ത് വെക്കും? റീത്ത് വെക്കുന്നു. അപ്പോ റോക്ക് സാൻഡ് പഠിച്ചു വെക്കാം. റോക്ക് സാൻഡ് ഇവർ രണ്ടുപേരും പേര് കൂട്ടിച്ചേർത്ത് വെക്കുക. റോക്കും സാൻഡും കേട്ടോ. റോക്ക് സാൻഡ് എന്ന് പറയുന്നതാണ് റോക്ക് എഴുതിയിട്ടുള്ള പുസ്തകം. ആ സാൻഡ് എന്ന് പറയുന്ന പുസ്തകം. റീത്ത് ഉണ്ട്, സമാധി ഉണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. റോക്ക് സാൻഡ്, സമാധി സ്ഥലമുണ്ട്. സമാധി സ്ഥലത്ത് എന്ത് കൊടുത്തു? റീത്ത് വെച്ചു. അപ്പൊ ഗീതാഞ്ജലിയെ മറക്കരുത്. ഗീതാഞ്ജലിയെ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യാം? വേണമെങ്കിൽ സമാധി സ്ഥലത്ത് ഇരുന്നിട്ട് സാധാരണയായിട്ട് നമ്മുടെ രാമായണമൊക്കെ വായിക്കുക. നമുക്ക് തൽക്കാലം ഗീത വായിച്ചു എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഗീതാഞ്ജലി ശ്രീ എന്താണ്? ഇപ്പോ ക്ലിയർ അല്ലെ? ഗീതാഞ്ജലി ശ്രീ ഇന്ത്യക്കാരിയാണ്. ഹിന്ദി ഭാഷയിലുള്ള റേത്ത് സമാധി എന്ന് പറയുന്ന പുസ്തകം അതിനെ ടോംബ് ഓഫ് സാൻഡ് എന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ആര് തർജ്ജമ ചെയ്തു? ഡെയ്സി റോക്വെല് തർജ്ജമ ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി? 2022 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം കിട്ടി. ആർക്ക് കിട്ടി? ഡെയ്സി റോക്വെലിനും ഗീതാഞ്ജലി ശ്രീക്കും കൂടിയിട്ട് കിട്ടി. ഏത് പുസ്തകത്തിന് കിട്ടി? ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന പുസ്തകം. അത് ഏത് ഭാഷയിലായിരുന്നു? ശരിക്കും ഹിന്ദി ഭാഷയിലായിരുന്നു. ആ ഭാഷയിൽ എഴുതിയ ആ പുസ്തകത്തിന്റെ ഒറിജിനൽ പേരെന്തായിരുന്നു? റേത്ത് സമാധി എന്നായിരുന്നു. ക്ലിയർ അല്ലേ? ഇനി 2023 കിടക്കാം. 2023 നോക്കൂ. ജോർജി ഗോസ്പാഡിനോവ്. എന്താണ്? ജോർജി ഗോസ്പാഡിനോവ് അല്ലെ? ജോർജി പോഡിനോവ്. എന്താണ്? ജോർജി ഗോസ്പോഡിനോവ്. ഇതൊക്കെ കാണാം, പടം പഠിക്കണ്ട. ഈ പേര് അങ്ങനെ തന്നെ പഠിച്ച് സ്പെല്ലിംഗ് അടക്കം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, നോക്കൂ. ദ ടൈം ഷെൽട്ടർ ആണ് പുസ്തകത്തിന്റെ പേര്. ടൈം ഷെൽട്ടർ ആണ്. ബൾഗേറിയൻ ലാംഗ്വേജിലായിരുന്നു ഒറിജിനലി എഴുതിയിട്ടുണ്ടായിരുന്നത്. ബൾഗേറിയൻ ലാംഗ്വേജ് ആയിരുന്നു. ഏഞ്ചല റോഡൽ എന്നാണ്. ഏഞ്ചല റോഡൽ ആണ് ഈ ബൾഗേറിയൻ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്തത്. എന്ത് പഠിച്ചു നമ്മള്? ജോർജി ഗോസ്പോഡിനോവ് ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന ബൾഗേറിയൻ ലാംഗ്വേജിലുള്ള ഒരു പുസ്തകം എഴുതി. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? ഏഞ്ചല റോഡൽ ആണ്. അപ്പൊ ആർക്കൊക്കെ കൂടിയിട്ടാ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയത്? ജോർജി ഗോസ്പോഡിനോവിനും ഏഞ്ചല റോഡലിനും വേണ്ടി കൂടിയിട്ടാണ് കിട്ടുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഈ വാക്കുകളെല്ലാം പറയുന്നത്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കൂ. ഈ പേരുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒരു കോഡ് നോക്കാം. നമുക്ക് ഇവിടെ റോഡില് എന്ത് ചെയ്യുന്നു? റോഡില് എന്ത് ചെയ്യാണ്? പെട്ടുപോയിരിക്കുകയാണ്. ഒരാൾ എന്ത് ചെയ്യാ? റോഡില് പെട്ടുപോയിരിക്കുകയാണ്. റോഡില് പെട്ടുപോയിരിക്കുന്ന സമയത്ത് ഒരു ഗോസ്റ്റ് വന്നു. റോഡിൽ നിൽക്കുമ്പോൾ എന്ത് വന്നു? ഒരു ഗോസ്റ്റ് വന്നു. ഗോസ്റ്റ് വന്നപ്പോ എന്ത് വേണം? ഷെൽട്ടർ വേണം. റോഡിലല്ലേ ആള് നിൽക്കുന്നത്. റോഡിൽ ആള് നിൽക്കുമ്പോൾ ഗോസ്റ്റ് വന്നു, ഷെൽട്ടർ വേണം. അപ്പൊ ആര് വന്നു? ഒരു ഏഞ്ചൽ വന്നു. പഠിച്ചു വയ്ക്ക. റോഡില് ഗോസ്റ്റ് വന്നപ്പോ ഷെൽട്ടർ വേണം. അതിനു വേണ്ടിയിട്ട് ആര് വന്നു? ഒരു ഏഞ്ചൽ വന്നു. പഠിച്ചു വയ്ക്കാം. ജോർജി ഗോസ്പോഡിനോവ് ആണ് 2023 എന്ത് കിട്ടുന്നത്? ബുക്കർ ഇന്റർനാഷണൽ സമ്മാനം, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കിട്ടി ഏഞ്ചല റോഡലിനോടൊപ്പം കിട്ടി. എന്താ പുസ്തകത്തിന്റെ പേര്? ടൈം ഷെൽട്ടർ എന്നുള്ളതായിരുന്നു. രാജ്യം ഏതായിരുന്നു ശരിക്കും? ബൾഗേറിയൻ ഭാഷ കേട്ടോ. ബൾഗേറിയൻ ഭാഷയിലായിരുന്നു. ഇതൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞാലോ? 2022 പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നോക്കൂ. 2022 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഷെഹാൻ കരുണതിലക. ഏതാ രാജ്യം? ശ്രീലങ്ക. ഏതാ പുസ്തകം? ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. 2023 ആർക്ക് കിട്ടി? പോൾ ലിഞ്ചിന് കിട്ടി. ഏതാ രാജ്യം? അയർലാൻഡ്. ഏതാ പുസ്തകം? പ്രൊഫറ്റ് സോങ് ആണ്. 2022 ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ആർക്ക് കിട്ടി? ഗീതാഞ്ജലി ശ്രീക്കും ഡെയ്സി റോക്വെല്ലിനും കിട്ടി. ഗീതാഞ്ജലി റോക്വെൽ. ഓക്കെ, ഏതായിരുന്നു ആ ഒരു കൃതിയുടെ പേര്? ടോംബ് ഓഫ് സാൻഡ് എന്നാണ്. ഏത് ഭാഷയിലായിരുന്നു? ഹിന്ദിയിലായിരുന്നു. ആ ഹിന്ദിയിലെ ആ പുസ്തകത്തിന്റെ പേരെന്താ? റേത്ത് സമാധി ആയിരുന്നു. 2023 ഇന്റർനാഷണൽ ആണ് കിട്ടിയത് ജോർജ് ഗോസ്പോഡിനോവിനോ അതുപോലെ ഏഞ്ചല റോഡലിനുമാണ്. ശരിക്കും അത് എഴുതിയത് ബൾഗേറിയൻ ലാംഗ്വേജിലായിരുന്നു. എന്താ പുസ്തകത്തിന്റെ പേര്? ടൈം ഷെൽട്ടർ ആണ്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. നിങ്ങൾ ആൻസർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.